കയറി ജലപാത അടഞ്ഞതോടെ ശിക്കാര ബോട്ട് വാങ്ങി കടം കയറിയ സുരേഷ് കുമാർ സ്വയം വെട്ടിത്തെളിച്ചത് 9.5 കിലോമീറ്റർ ദൂരമാണ്. സർക്കാർ സംവിധാനങ്ങൾ കൈയൊഴിഞ്ഞതോടെയാണ് ഈ കോട്ടയം കല്ലറ സ്വദേശി ഭഗീരഥ പ്രയത്നം നടത്തിയത്. കാശിനാഥൻ എന്ന് പേരിട്ട സുരേഷ് കുമാറിന്റെ ഈ ശിക്കാര ബോട്ട് കരയ്ക്കടുപ്പിച്ചിട്ട് ഏതാണ്ട് 3 മാസത്തോളമായി. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെ ഉൾനാടൻ ടൂറിസം ലക്ഷ്യമിട്ട് അദ്ദേഹം നടത്തിയ ഈ പദ്ധതി ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കാരണം ജലാശയം നിറഞ്ഞിരിക്കുന്ന പോളയാണ്. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ സൗന്ദര്യവും നാട്ടുജീവിത കാഴ്ചകളും ആസ്വദിച്ച് വേമ്പനാട്ടുകായൽ വരെ വള്ളത്തിൽ അതിമനോഹരമായൊരു യാത്ര. ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ നല്ലൊരു സാധ്യത കണ്ടു കല്ലറ സ്വദേശി സുരേഷ് കുമാർ. ആശയത്തിന് കൂടെ നിന്നു കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെ 14.5 ലക്ഷം രൂപ വായ്പ ലഭിച്ചു. 10 പേർക്ക് സഞ്ചരിക്കാവുന്ന ശിക്കാര ബോട്ട് വാങ്ങി 8 മാസത്തോളം സർവീസ് നടത്തി. പക്ഷേ തോടാകെ പോള കയറിയത് പ്രതിസന്ധിയായി. പോള മാറ്റാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചു. പക്ഷേ കേട്ട ഭാവമില്ല. പോള മാറ്റാനുള്ള രീതിക്ക് നമ്മുടെ കല്ലറ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അവിടെ ബന്ധപ്പെട്ട് അവർക്ക് അതിൻ്റെ ഫണ്ടുകളില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പോയില്ല. സത്യത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പേപ്പർ കാര്യങ്ങളും നൂലാമാലകൾ വന്നു കഴിയുമ്പോഴത്തേക്കും അത് മാസങ്ങളെത്തും. ഇപ്പം തന്നെ 4 മാസമായി. 31 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഏകദേശം ഒരു തോട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റിയത്. 2 പേരുടെ ഇത് അത് നമ്മുടെ ശാരീരികപരമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്തേക്കുന്നത്. അല്ലാതെ വലിയ പുല്ലുംകെട്ടൊക്കെ JCBക്കൊക്കെ മാറ്റാൻ പറ്റണമുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ബോട്ട് കരക്കടുപ്പിച്ചു. ഹൃദ്രോഗിയായ സുരേഷിന് നാൾക്ക് നാൾ കടം കയറി. പിന്നീട് ഒന്നും നോക്കാനില്ലായിരുന്നു. നിലയില്ല കയത്തിലേക്ക് എടുത്തു ചാടി. ഈ തോട് സ്വന്തമായിട്ട് നമ്മൾ വെട്ടിത്തെളിക്കുമായിരുന്നു. ഏകദേശം ഒരു 8.5-9 കിലോമീറ്ററോളം നമ്മൾ സ്വന്തമായിട്ട് ഞാനും എൻ്റെ സഹായികളും കൂടി വെട്ടി തെളിച്ച് നമ്മൾ ബോട്ട് കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ സാധനം പെട്ടെന്ന് വീണ്ടും ഇപ്പോൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. സുരേഷ് കുമാറിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തോട് തെളിഞ്ഞു. വെട്ടിത്തെളിച്ചെടുത്തത് നിസ്സാര ദൂരമല്ല, 9.5 കിലോമീറ്റർ. 3 കിലോമീറ്റർ കൂടി തെളിച്ചെടുത്താൽ കാശിനാഥന് സുഖമായി തുഴയാം. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ ടൂറിസം വികസനത്തെയാണ്. ദേശീയപാതയിൽ നിന്ന് അടിക്കടി റീൽസ് ഇടുന്ന ടൂറിസം മന്ത്രി അറിയാൻ ഇവിടെ നാട്ടിൽ ഇങ്ങനെയും ചില മനുഷ്യർ അതിജീവനത്തിനായി പോരാടുന്നുണ്ട്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.